അങ്ങനെ ഉയിർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഈ സിനിമ കണ്ടു വന്നപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് വരെ കണ്ടു വന്നപ്പോൾ ഒരു നോർമൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നതെങ്കിലും സെക്കൻഡ് പാർട്ട് എൻ്റെ ആ വിചാരണകളൊക്കെ തെറ്റിച്ചു. ഗംഭീര പടം എന്ന് പറയാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു നോർമൽ പടം എന്ന് പറഞ്ഞ് ഒതുക്കാൻ എനിക്ക് പറ്റുന്നില്ല, പ്രത്യേകിച്ചും ക്ലൈമാക്സ് കണ്ടപ്പോൾ. കാരണം ഒരു ക്രൈം നടക്കുന്നു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നു. പക്ഷേ അത് കണ്ടുപിടിക്കുമ്പം അവിടെ ഒരു സസ്പെൻസ് ഉണ്ടാവുകയാണ്. തുടർന്ന് എനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം സസ്പെൻസ് ഉണ്ട് ഈ സിനിമയിൽ. അത് എനിക്ക് ഫീൽ ചെയ്തു, ആ സസ്പെൻസ് എനിക്ക് ഫീൽ ചെയ്തു. എത്രത്തോളം പേർക്ക് അത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ചധികം സസ്പെൻസ് ഉള്ള, ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് കരയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സോട് കൂടിയുള്ളൊരു സിനിമയാണ്. ശരിക്കും ഈ സിനിമ കണ്ടപ്പോൾ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണതയിലെത്തിയ ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം കാണാത്തവരുണ്ട്, അവർ കാണട്ടെ. ഒരു ക്രൈം നടന്നു, കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നു, അവൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞ് അങ്ങനെ ഇവൻ വരുന്നു. പക്ഷേ ശരിക്കും ഈ ബാക്ക് സ്റ്റോറി പറഞ്ഞ് ഇവർ പോയി കൊണ്ടുവരുന്നതായിരുന്നു ശരിക്കുള്ള പ്രതി. പക്ഷേ അത് പിന്നീട് കണ്ടുപിടിക്കുന്നു, അവനെ കൊണ്ടുവരുന്നു. അവൻ മുമ്പ് ചെയ്ത ഒരു ക്രൈമുണ്ട്, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൈമാണ്, അത് പോലീസുകാർ കൊണ്ടുവരുന്നു. ലാസ്റ്റ് ഇതിൽ വേറൊരു ഇത് വന്നിട്ട് ഒരു മിസ്സിങ് വന്നിട്ട് അവരെയും കണ്ടുപിടിച്ച് ഈ കേസ് ടോട്ടലി കംപ്ലീറ്റഡ് ആക്കുന്നൊരു സിനിമയായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. ഈ സിനിമയിൽ അഭിനയിച്ചവരൊക്കെ, ബൈജു ചേട്ടനൊക്കെ കലക്കി, പടത്തിൽ അഭിനയിച്ച് കലക്കി. അതിൽ മെയിൻ റോൾ ചെയ്ത നടൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ നമ്മളെ നൈറ്റ് ഡ്രൈവ് സിനിമയിലൊക്കെ വന്ന, ആനന്ദം സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ആ നടനാണ്, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. അത്ര നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. അപ്പോൾ അത് സസ്പെൻസ് ഉള്ളതുകൊണ്ട് തന്നെ അടുത്തത് എന്തെന്നുള്ളൊരു ഇത് എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ പടമൊന്നും പറയാനും പറ്റൂല, ഗംഭീര പടം എന്ന് പറയാനായിട്ടുണ്ടോയെന്ന് വെച്ചാൽ അതും എനിക്കറിയണം. ആകെ ഒരു കൺഫ്യൂഷനിലാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. അതിലിപ്പം ബൈജു ചേട്ടനായാലും ഈ നടനായാലും ഒക്കെ അപ്പോൾ ആ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജേണി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഈ സിനിമയിൽ. സത്യം പറഞ്ഞ ക്ലൈമാക്സ് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ പറ്റി അല്പമെങ്കിലും ഈ സിനിമയെ പറ്റി എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് തൊട്ടേ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ഇതിൽ പോയതായിട്ട് എനിക്ക് ഫീലായി. സെക്കൻഡ് ഹാഫാണ് എൻ്റെ പ്രതീക്ഷകളൊക്കെ മാറ്റിയത്. പക്ഷേ ഇമോഷണലി കൊണ്ടങ്ങ് ഇതാക്കി കളഞ്ഞത് ക്ലൈമാക്സ് ആണ്. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേര് മിസ്സാവുന്നു. ഇപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിൽ ഒരു ക്രൈം നടക്കുന്നു, ആ ക്രൈം നടന്നതുമായി ബന്ധപ്പെട്ട് രണ്ടുപേര് മിസ്സിങ് ആവുന്നു. അവരെവിടെയാണ് പോയി എങ്ങോട്ടാണ് എന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷൻ. അതായത് ഇന്ത്യയിൽ അവരെങ്ങോട്ടോ പോയി മറഞ്ഞുപോയി. അവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം കേരള പോലീസിനടുത്ത് പറഞ്ഞാൽ അവരെന്ത് പറയും, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എന്ത് പറയും, കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അവരെവരെ പോയെന്നോ എന്താണെന്നോ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പോയെന്നോ ഒന്നും നമുക്കറിയില്ല, നമ്മൾ ആ ഒരു തുമ്പുമില്ലാതെ എങ്ങനെ നമ്മൾ അവരെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഒതുക്കുന്ന സ്ഥലത്താണ് ഇവിടെ കണ്ടുപിടിച്ച് ഇന്ത്യ മൊത്തം താലഞ്ഞ് തിരിഞ്ഞ് കണ്ടുപിടിച്ച് അവരെ തിരിച്ച് കൊണ്ടുവരികയാണ്, കേരളത്തിലേക്ക് തിരിച്ച് ശരിക്കും റിയൽ ലൈഫിൽ ഇത് നടന്നാൽ ഒരു പ്രൗഡ് മൊമെൻ്റാണ്. കേരള പോലീസിൻ്റെ ഒരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ് ആ സിനിമയിലെ ക്ലൈമാക്സിൽ സംഭവിക്കുന്നത്. സല്യൂട്ട് അടിച്ചു പോകും മോനെ, പോലീസിന് മുമ്പിൽ പോയി സല്യൂട്ട് അടിക്കും നമ്മൾ, കാരണം അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. അപ്പം ഇതാണ് ഈ പടത്തെ പറ്റി പറയാനുള്ളത്. പടത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ക്രൈം ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, അതാണ് ഈ സിനിമ. അപ്പം മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ട് വരാം. ഇനി മുതൽ സിനിമ കാണുന്ന സിനിമകളെല്ലാം ഞാൻ റിവ്യൂ ചെയ്ത് വീഡിയോസ് ഇടും. എൻ്റെ അഭിപ്രായങ്ങളെ ഞാൻ പറയത്തുള്ളൂ, ബാക്കിയുള്ളവർ പറഞ്ഞത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യത്തില്ല. ബാക്കിയുള്ളവർ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായം ഇത്, അങ്ങനെ ഞാൻ പറയുന്നത്. അവരുടെ അഭിപ്രായം കൂടെ വെച്ച് കമ്പയർ ചെയ്ത് പറയണ ഒരു പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ഒരാൾ പറയുന്നത് പടം മോശമാണ്, വേറൊരാൾ പറയുന്നത് പടം കൊള്ളൂല, വേറൊരാൾ പറയുന്നത് പടം ഓക്കെയാണ്, ഒരാൾ പറയുന്നത് പടം ഗംഭീരമാണ്, ഒരാൾ പറയുന്നത് പടം കാണാൻ കൊള്ളാം, ഓക്കെ തിയേറ്ററിൽ പോയി കാണാനുള്ളതൊന്നുമില്ല. നമ്മളിതെല്ലാം കേട്ടാലും നമ്മുടെ മനസ്സിൽ ആ പടം കാണുമ്പോൾ എന്ത് തോന്നുന്നു അതേ നമ്മൾ പറയാവൂ, അതാണ് അതിൻ്റെ ശരി, ഞാൻ അതേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ കാണും, ചിലപ്പം മറ്റുള്ള ആൾക്കാർ ചിന്തിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണൂല എന്നല്ല. ഞാൻ എൻ്റെത് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു മാത്രം പറഞ്ഞാൽ മതിയല്ലോ, നാട്ടുകാരുടെ ഇത് നോക്കിയിട്ട് അത് വെച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ അഭിപ്രായമാണേ, ആർക്കെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഞാൻ ഈ പറഞ്ഞതിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി,
അപ്പം ഇത്രയേ ഉള്ളൂ പടത്തിനെ പറ്റി. അടുത്ത വീഡിയോയുമായിട്ട് കാണാം, അടുത്ത പടത്തിൻ്റെ റിവ്യൂമായിട്ട് വരാം. ടാറ്റാ.